അഞ്ചാം ക്ലാസ്സിലത്തെ ബേസിക് സയൻസിലെ ചാപ്റ്റർ 7 ആയിട്ടുള്ള വിൻഡോസ് ഓഫ് നോളേജ് എന്ന ഒരു പാഠഭാഗത്തിൻ്റെ പാർട്ട് 2 ആണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പാർട്ട് 1 കാണാത്തവരാണെങ്കിൽ അത് പോയി കാണുക. അതുപോലെ പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയായിരുന്നു, സെൻസ് ഓർഗൻസ് ഏതൊക്കെയായിരുന്നു എന്നും അതുപോലെ കണ്ണിനെ കുറിച്ചായിരുന്നു നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. ഇനി അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബ്ലൈൻഡ് പീപ്പിൾസിനെ കുറിച്ച് പറഞ്ഞു, കണ്ണ് കാണാത്തവരെ കുറിച്ച് പറഞ്ഞു. അവർക്ക് ഈ ഒരു ബ്ലൈൻഡ് ആവുന്നത് അല്ലെങ്കിൽ കണ്ണ് കാണാതെ ആവുന്നത് ഈ കണ്ണിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിന് തകരാറ് വരുമ്പോഴാണ് അവർക്ക് കാഴ്ച നഷ്ടപ്പെടുന്നത്. അവർക്ക് കാഴ്ച തിരിച്ച് കിട്ടാൻ അവർക്ക് നമ്മൾ കാണുന്ന പോലെ നമ്മളെ ലോകം മുഴുവൻ കാണാൻ വേണ്ടിയിട്ട് ഒരു വഴിയുണ്ട്. ഐ ഡൊണേഷനിലൂടെ അവർക്ക് കാണാൻ പറ്റും. ഓക്കെ, എങ്ങനെയാണ് ഐ ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ കണ്ണ് മുഴുവനായിട്ട് പറിച്ചു കൊടുക്കലാണോ? അല്ലല്ലേ, എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മെനി ഡിഫക്റ്റ് ഓഫ് ദ ഐ മേ ലീഡ് ടു ബ്ലൈൻഡ്നെസ്. അതായത് കണ്ണിനുണ്ടാവുന്ന പല തകരാറുകളും എന്തിന് കാരണമാവും? ബ്ലൈൻഡ്നെസ്, അന്ധതയ്ക്ക് കാരണമാവാറുണ്ട്. സം ഓഫ് ദം ക്യാൻ ബി റെക്ടിഫൈഡ് ബൈ റീപ്ലേസിങ് സർട്ടിൻ പാർട്ട് ഓഫ് ദ ഐ. പക്ഷേങ്കിൽ ഇത് നമുക്ക് റെക്ടിഫൈ, നേരാക്കിയെടുക്കാം. എങ്ങനെ? ഏത് ഭാഗത്താണോ തകരാറുള്ളത്, മെയിനായിട്ട് നമ്മൾ പറയുന്നത് കോർണിയ. ഓക്കെ, കോർണിയ ആ ഒരു കണ്ണിൻ്റെ ഒരു ഫ്രണ്ടിലത്തെ ഒരു ഭാഗമാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് അവിടെ വേറൊരു കോർണിയ വെക്കുകയാണെങ്കിൽ നമ്മൾ കണ്ണിൻ്റെ കാഴ്ച തിരിച്ച് കിട്ടാറുണ്ട്. ഡൊണേറ്റിംഗ് വൺസ് ഐസ് ആഫ്റ്റർ ഡെത്ത് ഈസ് കോൾഡ് ഐ ഡൊണേഷൻ. അതായത് ഈ കണ്ണ് എപ്പോഴാണ് ഡൊണേറ്റ് ചെയ്യുന്നത്, ദാനം ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ കൊടുക്കുന്ന ആൾ അവരുടെ മരണശേഷമാണ് കണ്ണ് ഡൊണേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഇത്രമാത്രം ഓർക്കുക, ഈ ഐ ഡൊണേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും കണ്ണ് മുഴുവനായിട്ട് സർജറി ചെയ്ത് മറ്റൊരാൾക്ക് കൊടുക്കലല്ല. പകരം ഈ കണ്ണിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട് മാത്രമായിരിക്കും മറ്റൊരാൾക്ക് വെക്കുന്നത്. ഓക്കെ, അടുത്തതാണ് ഇനി പറയാൻ പോകുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ദ ഐ. എങ്ങനെയൊക്കെ നമുക്ക് കണ്ണ് സംരക്ഷിക്കാം, പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. കുറച്ച് പോയിൻറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. Do not rub or blow if dust falls into the eye. Just wash with a cold water. അതായത് കണ്ണിലൊക്കെ എന്തെങ്കിലും പൊടി പോയാലൊക്കെ നമ്മൾ എന്താ പെട്ടെന്ന് ചെയ്യുക? പെട്ടെന്ന് കണ്ണ് തിരുമുകയാണ് ചെയ്യുക അല്ലേ, അല്ലെങ്കിൽ ആരെ കൊണ്ടെങ്കിലും കണ്ണിൽ ഊതിപ്പിക്കുകയാണ് ചെയ്യുക. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യരുത് എന്നാണ് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ കണ്ണിൽ എന്തെങ്കിലും പൊടി പോയാൽ നമ്മൾ നല്ല തണുത്ത വെള്ളം കൊണ്ട് കഴുകിയാൽ മതി എന്നാണ് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ പോയിൻ്റാണ് ഡു നോട്ട് റീഡ് ഇൻ ഡിം ലൈറ്റ് ഓർ വെരി ബ്രൈറ്റ് ലൈറ്റ് ഓർ വൈറ്റ് ട്രാവലിംഗ് ഇൻ എ ബസ്. അതായത് നമ്മൾ മങ്ങിയ വെളിച്ചത്തിലോ അല്ലെങ്കിൽ നല്ല ഷാർപ്പായിട്ടുള്ള വെളിച്ചത്തിലൊന്നും എന്താക്കരുത്, നമ്മൾ ഒന്നും വായിക്കരുത്. ഓക്കെ, അതൊക്കെ കണ്ണിന് പ്രശ്നമാണ്. അതുപോലെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ, നമ്മൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ, ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ബുക്ക് വായിക്കരുത് എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ പോയിൻ്റാണ് കീപ്പ് എ സർട്ടൻ ഡിസ്റ്റൻസ് വൈൽ വാച്ചിങ് ടി വി. ദെയർ മസ്റ്റ് ബി സഫിഷ്യൻറ്റ് ലൈറ്റ് ഇൻ ദ റൂം. എന്താ അവിടെ പറഞ്ഞത്? നമ്മൾ എന്തെങ്കിലും ടി വി കാണുകയാണെങ്കിലും ഒക്കെ തന്നെ കമ്പ്യൂട്ടർ വാച്ച് ചെയ്യുകയാണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് ആ കമ്പ്യൂട്ടറുമായിട്ട് അല്ലെങ്കിൽ ടി വി ആയിട്ട് കുറച്ച് ഡിസ്റ്റൻസ് നമ്മൾ വെക്കണം. കുറച്ച് ദൂരം മാറി നിന്ന് മാത്രമേ ഇതൊക്കെ കാണാവൂ. അതേപോലെ നമ്മൾ കാണുന്ന ഈ റൂമിൽ ഏതാണോ ടി വി കാണുന്ന റൂമിലൊക്കെ ആവശ്യത്തിനുള്ള വെളിച്ചം ഇടണം. അതായത് ലൈറ്റ് ഇട്ട് വേണം നമ്മൾ ടി വി ആണെങ്കിലൊക്കെ കാണാൻ. അതേപോലെ തന്നെയാണ് മൊബൈൽ ഫോൺ. നമ്മൾ മൊബൈൽ ഫോൺ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് അല്ലേ. അങ്ങനെ രാത്രി അല്ലെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ടൊന്നും നമ്മൾ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. അതൊക്കെ കണ്ണിന് കേടാണ്. കണ്ണിൽ പെട്ടെന്ന് വെള്ളം നിറയുന്നൊക്കെ അല്ലേ. അപ്പോൾ മൊബൈൽ ഫോണൊന്നും അങ്ങനെ ഇരുട്ടത്ത് നമ്മൾ കാണാൻ പാടില്ല. അതുപോലെ ഫോൺ ഒരു ലിമിറ്റ് വെക്കുക. നമ്മൾ ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിലൊക്കെ കുറേ സമയം കണ്ടിന്യൂസ് ആയിട്ട് ഒന്നും യൂസ് ചെയ്യാതെ നിൽക്കുക. പിന്നെന്താണ് അടുത്ത പോയിൻ്റ് ഇവിടെ പറഞ്ഞത്? കെയർ ഷുഡ് ബി ടേക്കൺ സോ ദാറ്റ് കെമിക്കൽ ഡു നോട്ട് ഫോൾ ഇൻ ടു ദ ഐ. നമ്മൾ എന്തെങ്കിലും കെമിക്കലൊക്കെ കണ്ണിലാവാതെ നമ്മൾ സൂക്ഷിക്കണം. ഓക്കെ, രാസവസ്തുക്കളൊന്നും കണ്ണിലാവാതെ നമ്മൾ സൂക്ഷിക്കണം. അതൊക്കെ ആയാൽ പിന്നെ കണ്ണിനൊക്കെ ഡാമേജ് വരാൻ പെട്ടെന്ന് നല്ല സാധ്യതയാണ്. പിന്നെ അവസാനത്തെ പോയിൻ്റാണ് പ്രൊട്ടക്റ്റ് യുവർ ഐ ഫ്രം ഷാർപ്പ് ഒബ്ജക്റ്റ് വൈ പ്ലേയിങ്. നമ്മൾ കളിക്കുമ്പോൾ ഒക്കെ ഇങ്ങനത്തെ കൂർത്ത സാധനമൊക്കെ ഉണ്ടെങ്കിൽ, ഷാർപ്പായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യാം. ഓക്കെ, അതൊക്കെ കണ്ണിലൊക്കെ ആയാൽ അതൊക്കെ വളരെ ഡേഞ്ചറാണ്. ലാസ്റ്റ് പോയിൻ്റ് നമുക്ക് ആഡ് ചെയ്യാം.
ഈറ്റ് ഹെൽത്തി റിച്ച് ഫുഡ്. അതായത് നമ്മളെ കണ്ണിന് ഏറ്റവും പ്രധാനപ്പെട്ട വിറ്റാമിനാണ് വിറ്റാമിൻ എ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, അതിനാവശ്യമായിട്ടുള്ള നല്ല ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയ ഫുഡൊക്കെ നമ്മൾ കഴിക്കണം. ഓക്കെ, നമ്മളറിയാം മുരിങ്ങൻ്റെ ഇലയൊക്കെ കഴിക്കണം എന്ന് പറയല്ലേ, കണ്ണിന് കാഴ്ച കൂടുന്ന, അതേപോലത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കും. ഇനി നമുക്ക് ചില ജീവികളുടെ കണ്ണിൻ്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തേതാണ് കമീലിയോൺ എന്ന് പറയും. കമീലിയോൺ എന്ന് പറഞ്ഞാൽ എന്താ? ഓന്തുകളുടെ കണ്ണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണ് അവരുടെ പ്രത്യേകത? കുറച്ചൊരു ഉന്തി നിൽക്കുന്നതാണല്ലേ. അതേപോലെ അവർക്ക് അവരുടെ കണ്ണ് എല്ലാ ഡയറക്ഷനിലേക്കും മൂവ് ചെയ്യാൻ പറ്റും. അതായത് ഒരു കണ്ണിപ്പോൾ മുമ്പിലുള്ള കാണുകയാണെങ്കിൽ മറ്റേ കണ്ണ് കൊണ്ട് അവർക്ക് ബാക്കിൽ നടക്കുന്നതൊക്കെ കാണാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. കമീലിയോൺസ് ഐസ് ആർ ഡിഫറെൻറ്റ് ഫ്രം ദോസ് ഓഫ് അതർ ക്രിയേച്ചർ. അതായത് മറ്റ് ജീവികളുടെ കമ്പയർ ചെയ്യുമ്പോൾ ഇവരുടെ കണ്ണിന് കുറച്ചൊരു പ്രത്യേകതകളുണ്ട്. ദേ ക്യാൻ മൂവ് their two eyes in two different direction and see different sight at the same time. അതായത് രണ്ട് കണ്ണും അവർക്ക് രണ്ട് ഡയറക്ഷനിലായിട്ട് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കണ്ണിപ്പോൾ ഒരു സൈഡിലുള്ള കാണുകയാണെങ്കിൽ മറ്റേ കണ്ണ് കൊണ്ട് അവർക്ക് വേറെ സൈഡുള്ളത് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഒരേ സമയം അവർക്ക് രണ്ട് കാഴ്ചകൾ കാണാൻ പറ്റും. ഓക്കെ, നമുക്കൊക്കെ ഒരു സംഭവം മാത്രമേ കാണാൻ പറ്റുള്ളൂ അല്ലേ. പക്ഷേങ്കിൽ അവർക്ക് എങ്ങനെയാണ്, ഒരു കണ്ണ് കൊണ്ട് മുമ്പിൽ നടക്കുന്നത് കാണാൻ പറ്റുമെങ്കിൽ മറ്റേ കണ്ണ് കൊണ്ട് ബാക്കിൽ എന്താ നടക്കുന്നതെന്ന് അവർക്ക് കാണാൻ പറ്റും. ഇനി ഔളിൻ്റെ പ്രത്യേകത. ഔൾ എന്ന് പറഞ്ഞാൽ എന്താ? മൂങ്ങകളുടെ പ്രത്യേകത നമുക്കറിയാം. അവരുടെ കണ്ണുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ നമ്മളെ പോലെ തന്നെ എന്താണ്, ഈ തലയുടെ ഫ്രണ്ട് ഭാഗത്താണ് അവർക്ക് കണ്ണുകൾ വരുന്നത്. മറ്റ് കിളികൾക്കൊക്കെ എന്താണ്, തലേൻ്റെ രണ്ട് സൈഡിലുമായിട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇവരത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ദ ഔൾ ഹാസ് 2 large eye right in front of the head. അതായത് തലേൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെയാണ് ഇവർക്ക് കണ്ണുകൾ വരുന്നത്. ഇറ്റ് ക്യാൻ ടേൺ ഇറ്റ്സ് ഹെഡ് ബാക്ക് ആൻഡ് സീ ദ സൈഡ് ബിഹൈൻഡ്. അതായത് അവർ ബേക്കിൽ നടക്കുന്നതൊക്കെ അവർക്ക് കൗത്ത് തിരിച്ചുകൊണ്ട് ബേക്കിൽ നടക്കുന്നതൊക്കെ അവർക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫ്രണ്ടിലത്തതും കാണാൻ പറ്റും, പിന്നെ കൗത്ത് തിരിച്ചിട്ട് അവർക്ക് ബാക്കിൽ എന്താ നടക്കുന്നതെന്ന് കാണാൻ പറ്റും. പിന്നെ അടുത്തതാണ് ക്യാറ്റ്. പൂച്ചക്ക് എന്താ പ്രത്യേകത? ദ പ്യൂപ്പിൾ ഓഫ് ദ ഐ ഓഫ് ദ ക്യാറ്റ് റിമെയിൻസ് കോൺട്രാക്റ്റഡ് ഇൻ ഡേ ലൈറ്റ് ആൻഡ് ഫുള്ളി ഡയലേറ്റഡ് അറ്റ് നൈറ്റ്. അപ്പോൾ പറഞ്ഞതാണ്, ഈ പൂച്ചകളുടെ കണ്ണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് പകൽ സമയത്ത് അവരുടെ കണ്ണ് ചുരുങ്ങിക്കണ്ടയ്ക്കും, അതായത് കോൺട്രാക്റ്റഡ് ആയിക്കും പകൽ സമയത്ത്. പക്ഷെങ്കിൽ അറ്റ് നൈറ്റ് രാത്രി സമയത്ത് അവരുടെ കണ്ണ് എന്താക്കും? ഡയലേറ്റഡ് ആവും. ഡയലേറ്റഡ് എന്ന് വെച്ചാൽ വികസിക്കും. ഓക്കെ, മനസ്സിലായോ? പിന്നെന്താ പറഞ്ഞത്? ദേ ഹാവ് ദ എബിലിറ്റി ടു യൂട്ടിലൈസ് ഈവൻ ഡിം ലൈറ്റ് സോ ദേ ക്യാൻ സീ ഈവൻ ഇൻ ഡിം ലൈറ്റ്. അതുകൊണ്ട് തന്നെ ഈ പൂച്ചകൾക്കൊക്കെ എന്താണ്, രാത്രി കാലങ്ങളിലൊക്കെ രാത്രി സമയങ്ങളിൽ അവർക്ക് കണ്ണ് കാണാറുണ്ട്. ഓക്കെ, ഇനി ഒരു അടുത്ത ടോപ്പിക്കാണ് നോയിങ് വിത്ത് ക്ലോസ്ഡ് ഐ എന്നുള്ളത്. ഇതിൽ നമ്മളോട് പറഞ്ഞതാണ്, നമ്മളോട് ഒരു മിനിറ്റ് കണ്ണടച്ച് പിടിച്ചിട്ട് നമുക്ക് ചുറ്റും പല ശബ്ദങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചുറ്റും നടക്കുന്നതും കുറച്ച് ദൂരെയുള്ളതൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ കേൾക്കാൻ നമ്മളെ സഹായിച്ച ഏത് ഓർഗനാണ്, ഏത് അവയവമാണ് നമുക്കിങ്ങനെ കേൾക്കാൻ സഹായിച്ചത്? അതെ, ചെവിയാണ്. ഇയറാണ് നമുക്ക് കേൾക്കാൻ അല്ലെങ്കിൽ സൗണ്ടൊക്കെ നമുക്ക് റിസീവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഓർഗനാണ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ സെൻസ് ഓർഗനായിട്ടുള്ള ഇയറിനെ കുറിച്ചാണ്. നമുക്ക് ആദ്യം ചെവിൻ്റെ ഓരോ പാർട്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഒരാളെ കാണുമ്പോൾ അവരുടെ ചെവി പുറമുള്ള ആ ഒരു ഭാഗത്തെയാണ് എന്ത് പറയുന്നത്? പിന്ന എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ എന്തെങ്കിലും വികൃതി കളിക്കുമ്പോൾ ഒക്കെ ടീച്ചർ വന്ന് പിടിക്കുന്ന ഒരു ഭാഗമുണ്ട്, ചെവിൻ്റെ ഭാഗം അല്ലേ, ആ ഭാഗത്തെയാണ് എന്ത് പറയുന്നത്? പിന്ന എന്ന് പറയുന്നത്. പിന്നെ ദ ഔട്ടർ പാർട്ട് ഓഫ് ദ ഇയർ. പിന്നെന്താണ്? ദ റോൾ ഓഫ് പിന്ന ഈസ് ടു റിസീവ് സൗണ്ട് ആൻഡ് ഡയറക്റ്റ് ദം ഇൻ ടു ദ ഇയർ. അപ്പോൾ പിന്നൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ പുറമെ കേൾക്കുന്ന സൗണ്ടൊക്കെ അതൊക്കെ റിസീവ് ചെയ്തിട്ട് ഇയറിൻ്റെ നമ്മൾ ചെവിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പിന്നൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്, ഡ്യൂട്ടി. അപ്പോൾ പിന്നൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് മനസ്സിലായല്ലോ. പിന്നെ കഴിഞ്ഞാൽ സൗണ്ട് എത്തുന്നത് ഇയർ കനാലിലാണ്. ഇനി നിങ്ങൾ ഈ പിക്ചർ കണ്ടില്ലേ, ഒരു സ്പേസ് ഉണ്ട്, ആ സ്പേസിൻ്റെ പേരാണ് ഇയർ കനാൽ എന്ന് പറയും. ഓക്കെ, പിന്നെ കഴിഞ്ഞ് പിന്നെ ഇയർ കനാലിൽ എത്തി. ഇയർ കനാലിലാണ് നമ്മൾ ഹെയർസും അതുപോലെ വാക്സും ഒക്കെ കാണപ്പെടുന്നത്, രോമങ്ങളൊക്കെ കാണപ്പെടുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ സൗണ്ട് ഇയർ ഡ്രമ്മിലെത്തും. ഡ്രം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യണ്ട. അപ്പോൾ അതേപോലെ തന്നെ ഇയർ ഡ്രമ്മിൻ്റെ ഫങ്ഷന് ഈ സൗണ്ട് വൈബ്രേറ്റ് ചെയ്തിട്ട് പിന്നെ അത് എത്തുന്നതാണ്
ഒരു ഇന്നർ കുറച്ച് ബോൺസ് ഉണ്ട്. മാലിയസ്, ഇൻകസ്, സ്റ്റാപ്പസ് എന്ന് പറയും. 3 ചെറിയ ബോണാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, നമ്മളെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എന്ന് പറയുന്നത് സ്റ്റാപ്പസ് ആണ്. ദ സ്മോളസ്റ്റ് ബോൺ ഇൻ അവർ ബോഡി ഈസ് സ്റ്റാപ്പസ്. അവസാനം ഈ സൗണ്ട് എത്തിപ്പെടേണ്ടത് എവിടെയാണ്? ബ്രെയിനിലാണ് അല്ലേ? അപ്പോൾ ഈ ബ്രെയിനിലോട്ട് കൊണ്ടുപോകുന്ന നെർവിൻ്റെ പേരാണ് ഓഡിറ്ററി നെർവ് എന്ന്. അപ്പോൾ ഇയറിൽ നിന്ന് ബ്രെയിനിലോട്ട് കൊണ്ടുപോകുന്ന നെർവിൻ്റെ പേരെന്താണ്? ഓഡിറ്ററി നെർവ് എന്ന് പറയും. നമ്മൾ കണ്ണിൻ്റെ പഠിച്ചിരുന്നു. നമ്മൾ എന്തെങ്കിലും കണ്ടൊരു സാധനം ബ്രെയിനിലോട്ട് എത്തിക്കുന്ന നെർവിൻ്റെ പേര് ഒപ്റ്റിക് നെർവ് ആയിരുന്നു. ഇവിടെ ആണെങ്കിൽ ഓഡിറ്ററി നെർവ് എന്ന് പറയും. അങ്ങനെ ബ്രെയിന് സിഗ്നൽ കൊടുക്കും. അപ്പോൾ നമ്മൾ എന്താണ് കേട്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഫാസ്റ്റായിട്ട് പെട്ടെന്ന് നടക്കുന്ന ഒരു മൂമെൻ്റാണ്. ഓക്കെ, അടുത്തൊരു ടോപ്പിക്കാണ് പ്രൊട്ടക്ഷൻ ഓഫ് ദ ഇയർ. നമുക്ക് ചെവിയെ എങ്ങനെയൊക്കെ സംരക്ഷിക്കാം എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പ്രൊട്ടക്ഷൻ ഓഫ് ഐ പഠിച്ചു. ഇനി നമുക്ക് പ്രൊട്ടക്ഷൻ ഓഫ് ഇയറിൽ ഏതൊക്കെ പോയിൻറ്റ്സാണ് വരിക നോക്കാം. ഫസ്റ്റത്തെ പോയിൻ്റാണ് ഡു നോട്ട് പുട്ട് പോയിൻറ്റഡ് ഒബ്ജക്റ്റ് ഇൻ ടു ദ എയർ. അതായത് കൂർത്ത സാധനങ്ങളൊന്നും ചെവിയിൽ കൊണ്ടുപോയിടരുത്. ചില ആൾക്കാർ കാണാം പെൻസിലും പെന്നും ഒക്കെ കൊണ്ടുപോയി ചെവി കൊണ്ടുപോയി തിരിക്കുന്നത്. അങ്ങനെ പറ്റുമോ? അങ്ങനെ ചെയ്താൽ പെട്ടെന്ന് ചെവിക്ക് ഡാമേജ് സംഭവിച്ചാൽ എന്താണ്? കേൾവി ശക്തി നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പോയിൻ്റാണ് ഡു നോട്ട് ലിസൺ ടു ലൗഡ് സൗണ്ട് കണ്ടിന്യൂസ്ലി. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ ഒച്ചത്തിലൊന്നും കേൾക്കരുത്. അപ്പോൾ മീഡിയം സൗണ്ടിൽ നമ്മൾ കേൾക്കാൻ നോക്കുക. അതുകൊണ്ട് ലൗഡ് സ്പീക്കറിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ നിൽക്കുകയൊന്നും ചെയ്യരുത്. പിന്നെ ഡു നോട്ട് പോർ വാട്ടർ ഓർ അതർ ലിക്വിഡ് ഇൻ ടു ദ എയർ. എന്താണ്? വെള്ളമോ അല്ലെങ്കിൽ വെള്ളം പോലത്തെ മറ്റ് സാധനങ്ങളൊന്നും ചെവി കൊണ്ടുപോയി ഒഴിക്കാനും പാടില്ല. നാലാമത്തെ പോയിൻ്റാണ് ഡു നോട്ട് ലെറ്റ് ദ ഇയർ റിസീവ് എനി ബ്ലോ. അതുകൊണ്ട് ചെവിയിൽ പോയി ഊതാൻ പാടില്ല, ബ്ലോ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ചാലും എന്താണ്? നമ്മളുടെ ചെവിക്കൊന്നും ഡാമേജ് സംഭവിക്കില്ല. നമ്മൾ എന്തെങ്കിലും കൊണ്ടുപോയി ഷാർപ്പ് ഒബ്ജക്റ്റൊക്കെ കൊണ്ടുപോയി ചെവി കൊണ്ടുപോയി തിരിക്കുമ്പോൾ എന്താ ഇവിടെ പറ്റുന്നത്? നമ്മൾ ഇയർ ഡ്രം നമ്മൾ പറഞ്ഞു അല്ലേ? ഇയർ ഡ്രമ്മിനൊക്കെ എന്തെങ്കിലും പറ്റിയാൽ നമ്മൾ കേൾവി ശക്തി തന്നെ നഷ്ടപ്പെടാൻ കാരണമാകും. ഇനി അടുത്തതാണ് ഇയറിംഗ് എയ്ഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കണ്ണ് കാണാത്തവർക്ക് ബ്ലൈൻഡ് പീപ്പിൾസിന് ഉപയോഗിക്കുന്ന സ്റ്റിക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ നമ്മൾ നോക്കുന്നത് ഈ ഡഫ് എന്ന് പറഞ്ഞാൽ എന്താ? കേൾവി ശക്തി ഇല്ലാത്ത ആൾക്കാർക്ക് യൂസ് ചെയ്യുന്ന ഇയറിംഗ് എയ്ഡ്സ് ഡിവൈസസ് ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പീപ്പിൾ ലോസ് ദെയർ ഇയറിംഗ് എബിലിറ്റി ഡ്യൂ ടു മെനി റീസൺസ്. അതായത് കേൾവി ശക്തി നഷ്ടമാകാം. പല കാരണങ്ങൾ കൊണ്ട് മനുഷ്യർക്ക് കേൾവി ശക്തി നഷ്ടമാവാം. അതിപ്പോൾ നമ്മളുടെ ഈ ഇയറിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിന് തകരാറുണ്ടെങ്കിലും എന്താവാം? ഡഫാവാം. ഓക്കെ, കേൾവി ശക്തി നഷ്ടമാകാം. ദ ഡിഫിക്കൽറ്റി എക്സ്പീരിയൻസ്ഡ് ബൈ ദ ഡഫ് ആർ ബിയോണ്ട് ദ വേർഡ്സ്. ഇങ്ങനെ കേൾവി ശക്തി നഷ്ടമായവരുടെ ആ ഒരു സ്ഥിതി എന്ന് പറയുന്നത് അവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത്രക്കും ബുദ്ധിമുട്ട് തന്നെയാണ് കേൾവി ശക്തി നഷ്ടമാവുക എന്ന് പറയുന്നത്. ദ ഡിവൈസ് ദേ യൂസ് ആർ കോൾഡ് ഹിയറിംഗ് എയ്ഡ്സ് എന്ന് പറയും. അതായത് അവർ യൂസ് ചെയ്യുന്ന ഈ പിക്ചറിൽ കാണുന്ന കുറേ ഡിവൈസസ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഇതൊക്കെയാണ് ഇയറിംഗ് എയ്ഡ്സ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ ചെവി കേൾക്കാത്തവർക്ക് ഡഫായിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന ഈ ഉപകരണങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇയറിംഗ് എയ്ഡ്സ് എന്ന് പറയുന്നത്. ദർ ആർ മെക്കാനിസം ഇൻ ദം ടു എനേബിൾ ഇയറിംഗ് വിത്ത് ക്ലാരിറ്റി. അപ്പോൾ എന്താണ്? ഇങ്ങനെ ഇയറിംഗ് ഡിവൈസ് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇയറിംഗ് എയ്ഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നമ്മൾ പറയുന്നതൊക്കെ ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ ഡഫ് പീപ്പിൾസിന് ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാറുണ്ട് ഈ പാമ്പുകൾക്കൊന്നും ചെവിയില്ല എന്ന്. അപ്പോൾ അവർക്കുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് നോക്കാം. ദോ snake do not possess external ears. They are enabled to make out even the slightest movement on the ground with the help of their internal ears. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പാമ്പുകൾക്കൊക്കെ എന്തില്ല? എക്സ്റ്റേണൽ ഇയേഴ്സ് ഇല്ല. ഓക്കെ, നമുക്കൊക്കെ കാണുന്ന ഈ പിന്ന എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇയേഴ്സ് അവർക്കില്ല. ഈ പാമ്പുകളൊക്കെ അവർക്ക് ചെവി നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? പുറമെ നോക്കുമ്പോൾ അവർക്ക് ചെവി ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലേ? അപ്പോൾ പക്ഷേങ്കിൽ അവർക്ക് എന്താണ്? എക്സ്റ്റേണൽ ഇയേഴ്സ് ഇല്ലെങ്കിലും ഇൻറ്റേർണൽ ഇയേഴ്സ് ഉണ്ട്. ആ ഇൻറ്റേർണൽ ഇയേഴ്സ് യൂസ് ചെയ്തിട്ടാണ് അവർക്ക് ഗ്രൗണ്ടിൽ നടക്കുന്ന ഏറ്റവും ചെറിയ മൂവ്മെൻ്റ് ഒക്കെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത്. It means that though snake cannot hear the sound transmitted through air, they can identify sound transmitted through the ground. അപ്പോൾ എന്താ പറഞ്ഞത്? അവർക്ക് എക്സ്റ്റേണൽ ഇയർ ഇല്ല. ഈ പിന്നെ പോലത്തെ എക്സ്റ്റേണൽ ഇയേഴ്സ് അവർക്കില്ലാത്തത് കൊണ്ട് എയറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സൗണ്ടൊന്നും അവർക്ക് കേൾക്കാൻ പറ്റില്ല. നമുക്കൊക്കെ എന്താണ് എയറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഈ പിന്നെ വഴി
പിന്നെന്താക്കാണ് നമ്മളുടെ ചെവിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സംഭവം ഈ പാമ്പുകൾക്കൊന്നും ഉണ്ടാവില്ല. പകരം എന്താണ്, ഇൻറ്റേർണൽ ഇയേഴ്സ് ഉള്ളത് കൊണ്ട് ഗ്രൗണ്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ വൈബ്രേഷൻ കൂടി അവർക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ എടുത്തത് 2 സെൻസ് ഓർഗൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലേ, ഐ ആൻഡ് ഇയർ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്